സമസ്ത എന്ന് പറയുന്നൊരു പ്രസ്ഥാനം പാണക്കാട് സയ്യിദന്മാരെ കൊണ്ടുണ്ടായതൊന്നുമല്ലല്ലോ? ആണോ? സയ്യിദന്മാരുണ്ടാക്കിയല്ലല്ലോ? പിന്നെ പാണക്കാട് സയ്യിദന്മാർ ഇന്ന് ആ സമസ്തയുടെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാറുണ്ടോ? സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പരിപാടി പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതിരിക്കുന്ന ആളുകളെ താലോലിച്ച് കൊണ്ടെടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ മാനത്ത് പോയി എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടോളി. പക്ഷെ അത് നടക്കൂല. മനസ്സിലായില്ലേ? കാലമത്രയും ഇങ്ങനെ കുറേ പ്രസ്ഥാനത്തെ പലതും താങ്ങും തണലുമായി നിൽക്കുകയും പല നിലക്കും സഹിക്കാനും പൊറുക്കാനും സമസ്ത നിന്നിട്ടുണ്ട്. അങ്ങനെ സഹിക്കാനും പൊറുക്കാനും നിന്നിട്ട് ഈ സമയം വരെയും ആ പ്രസ്ഥാനത്തെ കൂടെ നിന്നവർ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ട്. ഞാനൊക്കെ ഒരു മദ്രസ അധ്യാപകനായിരുന്നു. ഈ മദ്രസ സമയങ്ങളിൽ ഞങ്ങൾ SKSF-ഓ SYS-ഓ SMF-ഓ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തുള്ള അവിടുത്തെ മഹലിൻ്റെ ആളുകളുണ്ടാകും, തലപ്പത്തുള്ളവരുണ്ടാകും. അവർ പറഞ്ഞതറിയോ? നമുക്ക് രണ്ടും വേണ്ട ഉസ്താദേ, ഒന്നുണ്ടാക്കിയാലല്ലേ മറ്റൊരുണ്ടാകുക, നമുക്ക് രണ്ടും വേണ്ട, നമുക്ക് അങ്ങനെ പോവാം. എന്നിട്ട് അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, മുജാഹിദ് ഉണ്ടാകും, പിന്നെ അപ്പുറത്ത് എന്ത് ചെയ്യുന്ന AP വിഭാഗത്തിൻ്റെ സംഘടനാ പ്രവർത്തകർ, അവർ നല്ല നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് സമസ്ത എന്താണെന്നും പ്രസ്ഥാനം എന്താണെന്നും പഠിപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ട്, എന്നിട്ട് നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ടിട്ടും സമസ്ത നിങ്ങളോടൊപ്പം നിന്നിരുന്നു. ഇനി നിൽക്കൂല. ഇനി മുസ്ലിം ലീഗിനൊപ്പം സമസ്ത നിൽക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കഴിയില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് നമ്മുടെ എല്ലാവരെയും തല പോവും, കഴുത്ത് പോകും, നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്, സമത്വമാണ്, സാഹോദര്യമാണ്, സൗഹൃദമാണ്, കൂട്ടായ്മയാണ് ആവശ്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സമസ്തയോടൊപ്പം സമസ്ത പറയുന്ന പ്രദേശങ്ങളിൽ സമസ്ത പറയുന്ന അനുസരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല? വെറും വോട്ട് ബാങ്കിന് മാത്രം സമസ്തയോടൊപ്പം നിൽക്കുന്ന ആ പ്രസ്ഥാനം മാറി. ഇന്ന് സമസ്തക്ക് നിങ്ങൾ പറയുന്നില്ലേ, എല്ലാ നിലക്കും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഉണ്ട്. നിങ്ങളുടെ ഈ പത്രം ചന്ദ്രിക പത്രമല്ലേ, എത്ര കാലമായി തുടങ്ങിയിട്ട്? ആ പത്രത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ എന്ത് മികവാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? KMCC എന്ന് പറയുന്ന സൗദി അറേബ്യയിലും മറ്റുള്ള ആളുകളൊക്കെ KMCC അതിൻ്റെ പത്രത്തിന് പണം നൽകി അതൊന്ന് മാറ്റത്ത് കൊണ്ടുവരണം എന്നാണ്. നിങ്ങളെ കൂട്ടത്തിലുള്ളവരെന്നെ സമ്മതിക്കില്ല. അതിൽ നിങ്ങൾ RSSൻ്റെയും BJPയുടെയും ഒക്കെ എഴുത്തുകാരെ കൂട്ടിച്ചേർത്തി പിടിച്ചു. എന്നിട്ട് സമസ്തൻ്റെ പത്രം എന്ത് ചെയ്യുന്നു? ചന്ദ്രിക. സമസ്തൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ചന്ദ്രിക എവിടെ കൊടുക്കാറ്? അങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ആത്മമായിട്ട് ആ സുപ്രഭാത പത്രത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് ആ സുപ്രഭാതം എന്ന് വിജയിച്ചു. നിങ്ങളിനി എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് മാധ്യമമുണ്ട്, നിലപാടുണ്ട്, അത് ഓർമ്മപ്പെടുത്തുന്നു. പാണക്കാട് തങ്ങന്മാർ ഉയർത്തിക്കൊണ്ടുവന്നത് സമസ്തയാണ്. സമസ്ത അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് എല്ലാ കീഴ്ഘടകങ്ങളുടെയും പ്രസിഡൻ്റൊക്കെ ആക്കി. അവരുടെ മഹത്വം കൊണ്ട് സംഘടനക്കും വളർച്ച ഉണ്ടായി. പക്ഷെ അവർക്ക് വളർച്ച ഉണ്ടായത്, അവരറിയപ്പെട്ടത് സമസ്ത അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ്. മറ്റു തങ്ങന്മാരൊന്നും അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല. പക്ഷെ അങ്ങനെ ഹൈദരലി തങ്ങളുടെ കാലം വരെയുള്ള ആ തങ്ങന്മാർ സമസ്തയോടൊപ്പം ഉറച്ചു നിന്നു. പിന്നീട് ഉള്ളവര് ഇപ്പോഴുള്ളവരടക്കം ആ നിലപാടിൽ നിന്ന് മാറി. അപ്പോൾ സമൂഹം അവരങ്ങനെ കാണുന്നു, ഇദ്ദേഹത്തിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയാണ്. അപ്പോൾ സമൂഹം ആദ്യം കൊടുത്തിരുന്ന മഹത്വം, അത്ര തന്നെ ഒരു ആദരവ്, അത് അവർ തന്നെ ഇല്ലാതാക്കിയ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളല്ലാത്ത എല്ലാ തങ്ങന്മാരും ഇതുമാതിരി ഓരോ ജാതി വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഷിആറിലും മറ്റൊക്കെ ശരിക്ക് നല്ലൊരു രീതിയിലാണ് പോകുന്നത്. സമസ്തയോടെ ഉറച്ച് നിൽക്കുന്ന ഒരാൾ. ഇപ്പോൾ അവർക്ക് മാറ്റം വന്നല്ലോ, ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, പിന്നെ പല വിഷയങ്ങളിലും മാറ്റങ്ങളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചേർന്നിരിക്കാം, ഒന്നും വിഷയമല്ല. മുജാഹിദിൻ്റെ പരിപാടി പങ്കെടുക്കാം, ജമാഅത്ത് ഇസ്ലാമിൻ്റെ പരിപാടിയിലും പങ്കെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓണം വരുമ്പോൾ ഓണപ്പാട്ട് പാടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ക്രിസ്മസ് കേക്ക് മുറിക്കും. ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നപ്പോൾ ഈ തലമുറയിലാണല്ലോ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറേ ഈ കുറേ എഴുതിച്ചാലേ ചിലപ്പോൾ വിളിച്ച് പറയേണ്ടി വരും. പറയുമ്പോൾ പിന്നെ നമ്മളെന്താ പറയുക, ഒന്നും കാക്കില്ല. പിന്നെ അതിന് ഉത്തരവാദി നീ ആണ്ടി വരും ഇബ്രാഹിം.